ഹലോ കൂട്ടുകാരെ, മലയാളി വീട്ടുവിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ചെറുപയർ എങ്ങനെയാണ് മുളപ്പിച്ചെടുക്കുന്നതെന്നും അത് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനെ കുറിച്ചുമാണ് ഞാൻ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറുപയർ മുളപ്പിച്ചെടുക്കണം. ഈ ചെറുപയർ എങ്ങനെയാണ് മുളപ്പിച്ചെടുക്കുന്നതെന്ന് പലർക്കും അറിയാം. പണ്ടൊക്കെ നമ്മൾ തുണിയിലൊക്കെ കെട്ടിവെച്ചിട്ടാണ് ചെറുപയർ മുളപ്പിച്ചത്. എന്നാൽ തുണിയിലൊന്നും കെട്ടിവെക്കാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് മുളപ്പിച്ചെടുക്കാൻ പറ്റും. നമ്മൾ ചെറുപയർ നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഉപയോഗിക്കാം. കറികളായിട്ടോ അല്ലെങ്കിൽ തോരനായിട്ടോ ഒക്കെ ഉപയോഗിക്കാം. അതിനകത്ത് ഒത്തിരി പ്രോട്ടീനും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ മുളപ്പിച്ച് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് ന്യൂട്രിയൻസിൻ്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്. നമുക്ക് പയർ മുളപ്പിക്കാനായിട്ട് നന്നായിട്ട് പയർ കഴുകിയ ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അതിൽ വെക്കാം. ഇപ്പം നമ്മൾ ചെറുപയർ മുളപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ തന്നെ വെള്ളത്തിലിടുകയാണെങ്കിൽ വൈകിട്ടാകുമ്പോഴത്തേന് അത് നന്നായിട്ട് കുതിർന്നിരിക്കും. ഒരു 4-5 മണിയാകുമ്പോഴത്തേന് നന്നായിട്ട് കുതിർന്നിരിക്കും. നമ്മൾ അതിലെ വെള്ളം അങ്ങ് ഊറ്റിക്കളഞ്ഞിട്ട്, ഞാനിപ്പോൾ 2 രീതിയിലാണ് മുളപ്പിക്കുന്നത് കാണിക്കുന്നത്. ഞാനിവിടെ 2 പാത്രമാണ് എടുത്തേക്കുന്നത്. ഞാൻ ആ കുതിർത്ത് വെച്ചിരുന്ന വെള്ളം അങ്ങ് കളഞ്ഞു. അതിനുശേഷം ഞാൻ ആ പയർ 2 പാത്രങ്ങളിലായിട്ടാണ് വെക്കുന്നത്. ഒന്നൊരു സ്ട്രെയിനറാണ്. നിങ്ങൾക്ക് ഇതുപോലെയുള്ള നെറ്റ് പോലെയുള്ള പാത്രങ്ങളുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മൾ ചോറൊക്കെ വാക്കാൻ ഉപയോഗിക്കുന്ന കണ്ണാപ്പ പോലെയുള്ള പാത്രം ഉപയോഗിക്കാം. അങ്ങനെ 2 പാത്രത്തിലാണ് വെക്കുന്നത്. ഒന്നൊരു സ്റ്റീൽ പാത്രവും ഒന്നൊരു സ്ട്രെയിനറുമാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് രണ്ടും നന്നായിട്ട് അടച്ചു വെക്കുക. എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ വെക്കരുത്, അതൊരു സ്മെല്ല് വരും. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേന് ഇതിൻ്റെ മുളയൊക്കെ വന്ന് നന്നായിട്ടത് സ്പ്രൗട്ടായിട്ട് ഇരിക്കും. അതിനകത്ത് ചെറിയ ഇത് സ്പ്ലിറ്റായി ചെറുതായിട്ട് മുള വന്ന് ഇരിപ്പുണ്ട്. ഇത് രാവിലെ ഒരു 6 മണി സമയമാകുമ്പോഴത്തേനാണ് ഈ ഒരു രീതിയിൽ ഇരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അല്പം വെള്ളം നമ്മളൊന്ന് തളിച്ചു കൊടുത്താൽ മതി. ചെറുതായിട്ട് വെള്ളം നമ്മുടെ കൈ വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോട്ടിൽ വെച്ചോ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ചു കൊടുത്തിട്ട് വീണ്ടും നമുക്ക് അടച്ചു വെക്കാം. ഏകദേശം ഉച്ചയാകുമ്പോഴത്തേന്, നമ്മളിപ്പോൾ തോരൻ വെക്കാനൊക്കെ എടുക്കുന്ന സമയമാകുമ്പോഴത്തേന് ഇത് നന്നായിട്ട് വീണ്ടും അതിൻ്റെ മുളയൊക്കെ നന്നായിട്ട് വന്ന് ഇങ്ങനെ സ്പ്രൗട്ട് ചെയ്ത് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ 2 രീതിയിൽ, ഇതിപ്പോൾ ഞാൻ സ്റ്റീൽ പാത്രത്തിൽ വെച്ചതാണ്. സ്റ്റീൽ പാത്രത്തിൽ വെച്ചതും നന്നായിട്ട് മുളച്ചു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ട്രെയിനറിൽ വെച്ചതും നന്നായിട്ട് മുളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറി വെക്കാനോ അല്ലെങ്കിൽ സാലഡിൽ ഉപയോഗിക്കാനൊക്കെ ഉപയോഗിക്കാം. ഇത് ഞാൻ കുറച്ച് ആവി കയറ്റി എടുക്കുന്നുണ്ട്. നമുക്കിത് ഡയബറ്റിക് പേഷ്യൻസിനോ അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു മിഡ് മോർണിംഗ് സ്നാക്കായിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഈ സ്പ്രൗട്ടഡ് ഗ്രീൻ ഗ്രാമിന് നമുക്ക് ജസ്റ്റ് ഈ മുളപ്പിച്ച പയറിനെ ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയാൽ മതി. ഒരു 5 തൊട്ട് 8 മിനിറ്റ് വരെ ആവി കയറ്റുമ്പോഴത്തേന് അത് നന്നായിട്ട് വെന്ത് വരും. അതിലേക്ക് ജസ്റ്റ് ഉപ്പ് മാത്രം ഇട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ അല്പം തേങ്ങയും കൂടെ ചേർത്ത് വേണമെങ്കിൽ ഒരു മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഈ മുളപ്പിച്ച ചെറുപയർ വെച്ചിട്ട് തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ അല്പം വെളുത്തുള്ളി, ചെറിയ ജീരകം, പച്ചമുളക് അതൊന്ന് ചതച്ചെടുക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഒരു സവോള അരിഞ്ഞത്, കറിവേപ്പില എടുത്തിട്ടുണ്ട്, കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് തോരൻ വെക്കാൻ. അല്പം മഞ്ഞൾപ്പൊടി വേണം. ഇത്രയും കാര്യങ്ങളാണ് തോരൻ വെക്കാൻ വേണ്ടത്. ഞാൻ ആ വെളുത്തുള്ളിയും പച്ചമുളകും ജീരകവും കൂടെ ഒന്ന് ചതച്ചെടുത്തു. അതിനുശേഷം തേങ്ങയും അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. ഞാനിവിടെ വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. ആ സവോള ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് മുളപ്പിച്ച് വെച്ചിരിക്കുന്ന പയർ അതിലേക്കിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഒക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇങ്ങനെ മുളപ്പിച്ച പയർ നമ്മൾ കുറച്ച് സമയം വേവിച്ചാൽ മതി. ഒരു 5 തൊട്ട് 8 മിനിറ്റ് വരെ നമ്മൾ വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചാൽ അത് നന്നായിട്ട് വെന്ത് കിട്ടും. നമുക്ക് നന്നായിട്ട് വേവണം എന്നുണ്ടെങ്കിൽ അല്പം കൂടി വെള്ളം ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നമ്മൾ എടുക്കുന്ന പയറിനനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ വേവിച്ചാൽ മതി. ഇത് അടച്ചു വെച്ച് ഒരു 5 തൊട്ട് 8 മിനിറ്റ് വരെ ആകുമ്പോഴത്തേന് നമ്മുടെ മുളപ്പിച്ച പയർ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ, പച്ചമുളക്,
വെളുത്തുള്ളി, ജീരകം ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലേക്കിട്ട് ആ അരപ്പൊന്ന് വേകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. നമുക്ക് ഇത് 4 സൈഡിൽ നിന്നും ഒന്ന് കൂട്ടി വെച്ച് അതൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഒരു 2-3 മിനിറ്റും കൂടെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. കാരണം ഇതിപ്പോൾ നന്നായിട്ട് വെന്തിരിക്കുകയാണ്. ഇതൊരു ഈ രീതിയിൽ നമ്മൾ വേവിച്ചെടുക്കുകയാണെങ്കിൽ നല്ലൊരു ക്രഞ്ചി ആയിട്ടുള്ള ഒരു തോരനാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഒത്തിരിയും വേവണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരവും കൂടെ നമ്മൾ വേവിച്ചാൽ മതി. മുളപ്പിച്ച പയറായതുകൊണ്ട് അധികം നമ്മൾ ഒരുപാട് സമയം വേവിക്കേണ്ട കാര്യമില്ല. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ഒത്തിരി ന്യൂട്രിയൻസ് ഉണ്ട്. നമ്മൾ ഈ മുളപ്പിച്ചെടുക്കുമ്പോഴത്തേന് അതിനകത്തുള്ള പ്രോട്ടീൻ്റെയൊക്കെ ക്വാളിറ്റി കൂടും. നന്നായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അമിനോ ആസിഡ്സ് ഉണ്ട്, മഗ്നീഷ്യം, ഫോളിക് ആസിഡ് ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് നന്നായിട്ട് കിട്ടും. അപ്പം ഇത് നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ്. ചെറുപയർ കഴിക്കാനൊക്കെ പറയുമ്പോൾ പലരും പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ഭയങ്കര ഗ്യാസ് ആണെന്ന്. എന്നാൽ നമ്മൾ ഈ രീതിയിൽ മുളപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ദഹിക്കുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. നമുക്ക് അതിലുള്ള ന്യൂട്രിയൻസിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും പറ്റും. ഈ ചെറുപയറിനെ നമുക്ക് വീട്ടിനുള്ളിൽ തന്നെ വളർത്തിയെടുത്ത് ചെറിയ ചെടികളാക്കി മാറ്റി അതും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമ്മുടെ വീട്ടിലുള്ള ഏത് പാത്രങ്ങളിൽ വേണമെങ്കിലും നമുക്ക് വളർത്തിയെടുക്കാം. അടിയിൽ വെള്ളം വെച്ചിട്ട് വേണമെങ്കിൽ വളർത്തിയെടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ചെറിയ പാത്രങ്ങളിൽ ടിഷ്യൂ ഇട്ടിട്ട് വേണമെങ്കിലും വളർത്തിയെടുക്കാം. ഇങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഒത്തിരി ഉള്ള ഒരു പയറുവർഗ്ഗമാണ് ചെറുപയർ. അത് ദിവസവും നമ്മുടെ ആഹാരത്തിൽ നമ്മൾ ഉൾപ്പെടുത്തണം. ഏതെങ്കിലും ഒരു നേരം നമ്മൾ ഈ ചെറുപയറിൻ്റെ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. ഈ മൈക്രോഗ്രീൻസ് വെച്ചിട്ട് നമുക്ക് തോരന്, കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ദോശമാവിനകത്ത് ചേർക്കാം. ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർത്തിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.